ഫ്രൂട്ട്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ, പിയർ ഒന്നല്ല, എടുത്തോ. തനിക്ക് PR ഇടാത്ത ചായ വേണമെന്നുണ്ടെങ്കിൽ കുടുംബത്തുനിന്ന് കുടിച്ചിട്ട് പോകുന്ന പോരായിരുന്നു. ഇനി അതും പോട്ടെ, ഇനി ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ PRകളെ കിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാതിരുന്നാ പോരായിരുന്നു. എന്റെ മുൻഷി രഞ്ജിത്തെ വെറുതെ വന്ന് ചൊറിയാനായിട്ട് നിന്നിട്ട് അങ്ങ് വാങ്ങിച്ചു കൂട്ടേണ്ട വല്ല ആവശ്യമുണ്ടോ? വന്ന വഴിക്ക് അനീഷിനെ ഒന്ന് കയറി മാന്തി നോക്കി, പക്ഷേ തിരിച്ച് നന്നായിട്ട് അനീഷ് അങ്ങ് കൊടുത്ത് അവസാനം നാണം കെട്ട് മിണ്ടാതെ നിന്നു. അത് കഴിഞ്ഞപ്പോഴാണ് അനുമോളുടെ അടുത്ത് നിന്ന് ചൊറിഞ്ഞത്. പക്ഷെ അവിടെയും കിട്ടി അനുമോളുടെ കയ്യിൽ നിന്ന് നല്ല മറുപടി. അപ്പൊ പിന്നെ ആര് ചമ്മി? ഈ പറയുന്ന മുൻഷി രഞ്ജിത്ത് ചമ്മി. ആദ്യ ആഴ്ചയിൽ തന്നെ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തുപോയ ആളാണ്. ഇപ്പൊ വന്നിട്ട് അങ്ങ് തകർക്കാന്ന് വിചാരിച്ചിട്ട് വന്ന് കയറിയതാ തോന്നുന്നു. പക്ഷേ ഏറ്റില്ല, ഒന്നും അങ്ങ് ഏറ്റില്ല. നാണം കെട്ട് നാറി അവിടെ ഇരിപ്പുണ്ട്. ഇത് മാത്രല്ല കേട്ടോ, ഇന്നിപ്പോ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലായിടത്തും നന്നായിട്ട് മറുപടി അനുമോള് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ശൈത്യയുടെ ഡയലോഗുകൾ എങ്ങനെയുണ്ടായിരുന്നു മക്കളെ? കൊള്ളായിരുന്നു അല്ലേ? നമ്മളാണ് കൂടുതലായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഈ കട്ടപ്പ ശൈത്യ എന്നൊരു വേർഡ് എനിക്ക് തോന്നുന്നു വീഡിയോസ് ചെയ്യുന്നവരായിരിക്കും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടായിരിക്കുക. ആ ഒരു വേർഡ് മസ്താനി അവിടെ ചെന്ന് പറഞ്ഞു. ആ വേർഡ് കേട്ടപ്പോൾ തന്നെ അനുമോൾക്ക് കാര്യം മനസ്സിലായി, എന്നെ ബാക്കിൽ നിന്ന് കുത്തുന്നുണ്ട് എന്നൊരു കാര്യം. അവിടെ അനുമോളല്ല അവിടെ കട്ടപ്പ എന്ന് വേർഡ് ഉപയോഗിച്ചത്. പുറത്തു നിൽക്കുന്ന ആൾക്കാരാണ് അവിടെ ശൈത്യയെ കട്ടപ്പ എന്ന് വിളിച്ചത്. എന്നിട്ട് ശൈത്യർ അവിടെ ഇരുന്നിട്ട് ഇന്നത്തെ ഒരു ഷോ ഓഫ് ഉണ്ടായിരുന്നു. അനുമോൾക്കെതിരെ അങ്ങ് വലിയ സംഭവമായിട്ട് കുറെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളെ അങ്ങ് ഇല്ലാണ്ടാക്കാം, ഈ ലാസ്റ്റ് വീക്ക് വന്നിട്ട് ഇല്ലാണ്ടാക്കാം എന്ന് കരുതിയിട്ടാന്ന് തോന്നുന്നു കുറെ ഡയലോഗ് ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ മറ്റൊരുത്തിയുടെ ഡയലോഗ്, നെല്ലും പതിരും തിരിച്ചറിയാനായിട്ട് പുറത്തിറങ്ങിയിട്ട് വേണത്രേ അവൾക്ക് നെല്ലും പതിരും തിരിച്ചറിയാനായിട്ട്. 90-92 ദിവസമായിട്ട് ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ഒരുമിച്ച് കഴിഞ്ഞിട്ട് അവൾക്ക് ഇതുവരെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടില്ല. അത് നമുക്ക് പണ്ടേ അറിയാവുന്ന കാര്യമാണ്. ഓരോ വിഷയം വരുമ്പോഴും അനുമോൾ ഇട്ട് പഠിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. ഞാൻ പറഞ്ഞത് ആരെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ആദില. ഇന്ന് ആദില ശൈത്യരെടുത്തിരുന്ന് പറയാണ്, പുറത്തിറങ്ങിയതിന് ശേഷം നെല്ലും പതിരും എനിക്ക് തിരിച്ചറിയണം, എന്നിട്ട് ഞാൻ എൻ്റെ വായിലിരിക്കുന്നതൊക്കെ കേൾക്കുമ്പോഴുണ്ടല്ലോ എന്ന്. ഇവളൊക്കെ ആരാടെ ഫ്രണ്ട്സായിട്ട് കണക്കൂട്ടിയിട്ടുള്ളത്? എൻ്റെ പൊന്നനുമോളെ പുറത്തിറങ്ങി കഴിഞ്ഞ വിറ്റങ്ങളെയൊന്നും അടുപ്പിച്ചേക്കരുത് എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇന്നിപ്പോ ശൈത്യ എന്തൊക്കെ വൃത്തികേടുകളാണ് വിളിച്ചു പറഞ്ഞത്. അവള് കട്ടപ്പയല്ല, അതിലും വലിയ ദ്രോഹിയാണെന്ന് വീണ്ടും വീണ്ടും ശൈത്യ എന്ന് തെളിയിച്ചു. എന്തൊക്കെ മോശമായിട്ട് സംസാരിച്ചത്. അനീഷ് എന്ന് പറയുന്ന വ്യക്തിയെ പ്രലോഭിപ്പിച്ച് അവിടെ വശത്താക്കി ഒരാളെ പ്രണയത്തിലേക്ക് കൊണ്ടുവന്ന് അയാളെ ചതിച്ചു എന്നുള്ള രീതിയിൽ എന്തൊക്കെ മോശമായിട്ടാണ് സംസാരിച്ചത്. അതുമാത്രമല്ല, പുറത്ത് അവിടെ നമ്മുടെ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ആ ഷോയിൽ വെച്ചിട്ട് അനുമോള് അവിടെ അവരുടെ ഒരു സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് തങ്കച്ചനുമായിട്ടുണ്ടായിരുന്ന ആ ഒരു കോംബോ, അത് തങ്കച്ചന്റെ ജീവിതം നശിപ്പിച്ചു, തങ്കച്ചന്റെ ജീവിതം ഇല്ലാതാക്കി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ മോശമാണ് ശൈത്യ അവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞത്. ഇത്രയും വൃത്തികേടുകൾ വിളിച്ചു പറയുന്ന ഇവളെ പിന്നെ അനുമോള് ഫ്രണ്ട് സർക്കിളിൽ കൂട്ടണോ? വീണ്ടും ഞാൻ എന്ത് തെറ്റാ ചെയ്തതെന്ന് നീ വിളിച്ചു പറയാൻ. ഈ വിളിച്ചു പറയുന്നതൊക്കെ പിന്നെ എന്തോന്നാണ്, എന്ത് തോന്നിയാസാണ് ശൈത്യ അവിടെ ഇരുന്ന് വിളിച്ചു പറഞ്ഞിരുന്നത്. എന്നിട്ട് ഞാൻ എന്ത് തെറ്റ് ചെയ്തു? നീയല്ല എന്നെ ബാക്ക് സ്റ്റാബ് ചെയ്തത്. ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങിയതിന് ശേഷം നീ ഇവരെ രണ്ടുപേരെയും ബാക്ക് സ്റ്റാബ് ചെയ്തില്ലെന്ന്. നമ്മൾ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടില്ലല്ലോ. പലരും അവിടെ വഴക്കൂടുന്ന സമയത്ത് ഇതൊക്കെ തോന്നിയാസങ്ങൾ വിളിച്ചു പറയാൻ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അനുമോള് തന്റെ ഫ്രണ്ട്സായിട്ട് കൂടെ കൊണ്ട് നടക്കുന്നവരെ കുറിച്ച് ഒരു മോശം വാക്ക് പോലും ആരുടെ അടുത്തും പറയുന്നത് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. ആ അനുമോളെയാണ് ഇവരെല്ലാവരും കൂടി അവിടെ ഇരുന്നിട്ട് അനുമോള് ബാക്ക് സ്റ്റാബ് ചെയ്തു എന്ന്, അനുമോളാണ് കട്ടപ്പ എന്ന് അവിടെ ഇരുന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അല്ല, കാണുന്ന നമ്മളൊക്കെ പൊട്ടന്മാരാണോ? അല്ല, ഈ ഷോ നമ്മൾ ഇത്രയും ദിവസം കണ്ട സമയത്ത് അനുമോള് ഭാഗത്ത് ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയില്ല. അനുമോള് ഫുൾ പോസിറ്റീവ് ആണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫ്രണ്ട്ഷിപ്പിന്റെ കാര്യത്തിൽ അനുമോള് ഒരു കള്ളത്തരവും കാണിച്ചിട്ടില്ല എന്ന് നമുക്ക് 100% ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ അനുമോൾക്ക് PR ഉണ്ട്, നിന്റെ PR തന്നെയായിരുന്നു എന്റെ PR എന്ന്. അനുമോൾക്ക് PR ഉണ്ടെന്ന് അനുമോളെ വിളിച്ചു പറഞ്ഞ കാര്യമാണ്. ഇപ്പൊ നീ വന്നിട്ട് അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞിട്ട് വേണ്ട അനുമോൾക്ക് PR ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവാനായിട്ട്. അനുമോളുടെ PR എക്സ്പോസ് ചെയ്ത് ഞാൻ തന്നിട്ടുണ്ട് എന്ന് നീ അവിടെ ഇരുന്നിട്ട് വലിയ കാര്യത്തിൽ ഡയലോഗ് ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല. അവിടെ അനുമോള് തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് PR ഉണ്ട്, ഞാൻ PR വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. അത് പ്രേക്ഷകർക്കും അറിയാം, നമ്മളെ പോലെയുള്ള എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവിടെ ആർക്കാണ് PR ഇല്ലാത്തത്? അല്ല എന്റെ ശൈത്യ, ഇതേ PR തന്നെയാണ് നീ വെച്ചതെങ്കിൽ പിന്നെ എന്തേ നീ പുറത്തു പോയത്? എന്തേ PR കാശ് കൊടുത്തില്ലായിരുന്നോ? അതോ കാശ് PR വാങ്ങിയിട്ട് നിന്നെ ചതിച്ചു എന്നല്ലേ നീ അവിടെ ഇരുന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നത്? അപ്പോ പിന്നെ എന്തിനാണ് നിന്റെ കയ്യിൽ നിന്ന് കാശ് വാങ്ങിയത്? അപ്പൊ പിന്നെ PR അല്ലേ കുറ്റം പറയേണ്ടത്? എങ്കിൽ നീ PR ആയിട്ട് തീർക്ക്, അല്ലാതെ അനുമോളിനെ മെക്കിട്ട് കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? എന്ന് വെച്ചാൽ അനുമോൾ ഒരാളെ PR ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ അനുമോൾക്ക് വേണ്ടി
വേണ്ടി ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. കാരണം അനുമോൾ അവിടെ കണ്ടന്റ് കൊടുക്കുന്നുണ്ട്, അനുമോള് അവിടെ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട്. നിന്നെ പോലെ കട്ടപ്പ ഗെയിമും പുറകിൽ നിന്ന് കുത്തുന്ന ഗെയിമും വൃത്തികെട്ട ഗെയിമും അല്ല അനുമോൾ അവിടെ കളിച്ചത് എന്നുള്ളതുകൊണ്ട് അനുമോള് ഇത്രയും ദിവസമായി അവിടെ നിൽക്കുന്നു. നിങ്ങൾക്കൊന്നും ഗെയിം കളിക്കാൻ അറിയാത്തതുകൊണ്ട് പി ആറിനെ പോലും ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ. അപ്പൊ പിന്നെ പി ആറിനൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പുറത്തിറങ്ങി പോകേണ്ടി വന്നു. അപ്പൊ പിന്നെ സമ്മതിച്ചേക്കണം എല്ലാവർക്കും പി ആർ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം. എന്നിട്ട് പിന്നെ അനുമോളെ മാത്രം കുറ്റം പറയുന്നതിലാണ് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം. ഈ പറയുന്ന എല്ലാവർക്കും പി ആർ ഉണ്ട്, പക്ഷേ ഇവർക്ക് അനുമോളുടെ പി ആറിനെ മാത്രം കണ്ണെടുത്താൽ കണ്ടുകൂടാ. അനുമോള് വലിയ എന്തൊരു തെറ്റ് ചെയ്തു അത്രേ. നിങ്ങൾ കൊടുത്ത പോലെ പി ആർ അനുമോളും കൊടുത്തിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അതിന് അനുമോളെ നിങ്ങൾ പഴിച്ചിട്ട് എന്താണ് കാര്യം എന്ന് എനിക്ക് മനസ്സിലാവാത്തത്. പക്ഷെ ഇന്ന് അനുമോളുടെ റിപ്ലൈകൾ അതാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. കാരണം ഇത്രയൊക്കെ എന്താ പറയാ, അത്രയും കാര്യങ്ങൾ എല്ലാവരും കൂടി വളഞ്ഞിട്ട് അനുമോൾ അതുപോലെ ആക്രമിച്ചിട്ടുണ്ട്. ഈ പറയുന്ന ശാരിക, സരിക, മുൻഷി, രഞ്ജിത്ത്, എന്തൊക്കെ കുറ്റങ്ങളെ പേരെന്നെ എനിക്കിപ്പോൾ പറയാനായിട്ട് താല്പര്യം തോന്നില്ല. അത്രയും വൃത്തികെട്ട ജന്മങ്ങൾ എന്ന് പറയേണ്ടി വരും. അതില് ഭേദപ്പെട്ട് ഇത്തിരി മാറ്റി നിർത്താവുന്നത് അപ്പാനി ശരത്തിനെ മാത്രമായിരുന്നു. അപ്പാനി ശരത്ത് മാത്രമാണ് ഒന്ന് മാറി നിന്നത്. ബാക്കി എല്ലാവരും കൂടി ഇന്ന് ചുറ്റും വളഞ്ഞ് അനുമോൾ ആക്രമിക്കുന്നുണ്ടായിരുന്നു. അതായത് ഏതാണ്ട് നമ്മുടെ ഒരു പശുക്കിടാവിനെ നടുക്ക് പിടിച്ച് നിർത്തിയിട്ട് ബാക്കി എല്ലാം കൂടിയിട്ട് അങ്ങ് മാന്തി വലിക്കാന്ന് പറയില്ല, അതുപോലെ ചുറ്റും നിന്ന് മാന്തി വലിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും അങ്ങ് ഏറ്റില്ല കേട്ടോ. അതാണ് വലിയ കാര്യം. അനുമോൾ അവിടെ ഭയങ്കര കൂളായിട്ട് അവിടെ മറുപടി പറഞ്ഞ് നാണം കെടുത്ത്. അതായത് ശൈത്യനെ കുറിച്ച് പറയുന്നുണ്ട്. ശൈത്യനെ കുറിച്ച് വലിയൊരു രഹസ്യം അനുമോൾക്ക് അറിയാമെന്ന് പറയുന്നുണ്ട്. അത് ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അത്രയും വലിയൊരു രഹസ്യം എനിക്കറിയാം. പക്ഷേ എന്നിട്ട് ഇത്രയും പ്രശ്നങ്ങൾ ഇത്രയും വിഷയങ്ങൾ ഉണ്ടായ സമയത്ത് ഞാൻ എവിടെയെങ്കിലും ആ മോശപ്പെട്ട കാര്യം പറഞ്ഞ് അവളെ നാണം കെടുത്തിയിട്ടുണ്ടോ? അങ്ങനെ ഞാനത് പറഞ്ഞിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ അവൾ ബാക്കി ഉണ്ടാവുമായിരുന്നോ എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. അവിടെ തന്നെയുണ്ട് അനുമോളുടെ ഫ്രണ്ട്ഷിപ്പിന്റെ വാല്യൂ. അപ്പോൾ ഒരാൾ ഒരു കാര്യം വിശ്വസിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് പുറമേക്ക് പറയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ്. നിവൃത്തി കെട്ടപ്പോഴാണ് അനുമോൾ ആ ഒരു കാര്യം പോലും ഇന്ന് അവിടെ പറയുന്നത് ബിൻസിയുടെ അടുത്ത്. കാരണം അത്രയും സഹികെട്ട ഒരു നിമിഷത്തിലാണ് അനുമോൾ അത് പറയുന്നത്. അപ്പൊ ബിൻസിയൊക്കെ ഇത് വലിയ സംഭവമായിട്ട് വീണ്ടും ശൈത്യയുടെ അടുത്ത് പോയി പറയുന്നുണ്ട്. ഷോ നീ വിശ്വസിച്ച് പറഞ്ഞ കാര്യം അവളിങ്ങനെ പറഞ്ഞെങ്കിൽ. അപ്പോ വിശ്വസ്തമായ ഫ്രണ്ടാണെന്ന് അനുമോള് കരുതിയിട്ട് നീ പുറകിൽ നിന്ന് എത്ര തവണ കൊത്തിയിട്ടുണ്ട് ഈ പറയുന്ന നമ്മുടെ പൊന്നു മോളെ ശൈത്യയെ. അപ്പൊ പിന്നെ അനുമോളെ എന്ത് ചെയ്യണം? നിന്നെ പുന്നാരിച്ച് കെട്ടിപ്പിടിക്കണം. എന്നിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവളെ വക നാടകം അനുമോളെ അനുമോളെ എന്ന് വിളിച്ചുകൊണ്ട് എത്രയും വൃത്തികെട്ട ജന്മങ്ങൾ. എന്ന് വെച്ചാൽ അസൂയ കുശുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലത്തെ അസൂയയും കുശുമ്പും. അനുമോളെ എങ്ങനെ തോൽപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഇവളുമാരൊക്കെ തന്നെ ബിഗ് ബോസ് വീട്ടിലേക്ക് കയറിയിട്ടുള്ളത്. അനുമോളെ പക്ക നെഗറ്റീവ്, ഇവര് ഇറങ്ങുന്നതിന് മുമ്പ് അനുമോളെ പക്ക നെഗറ്റീവാക്കി മാറ്റണമെന്ന്. പക്ഷെ ഇവളുമാർക്ക് അറിയാത്തൊരു കാര്യമുണ്ട്. ഇവളുമാരെല്ലാവരും കൂടിയിട്ട് അല്ലെങ്കിൽ എല്ലാവരും കൂടിയിട്ട് അനുമോൾക്ക് എതിരെ തിരിയുന്ന സമയത്ത്, എതിരെ നിൽക്കുന്ന സമയത്ത് അവിടെ സപ്പോർട്ട് കൂടുന്നത് അനുമോൾക്കാണ് എന്നുള്ള ആ ഒരു ഇത് ഇത്രയും കാലം പുറത്തു നിന്നിട്ട് ഗെയിം കണ്ടിട്ട് ഇവർക്ക് മനസ്സിലാക്കാനുള്ള ബോധമില്ലാതായി പോയല്ലോ എന്നാണ് എനിക്ക് മനസ്സിലായത്. ഇവര് മെയിൻ ആയിട്ട് ടാർഗറ്റ് ചെയ്തിട്ട് അവിടെ വന്നിട്ടുള്ളത് അനുമോളെയാണ്. പിന്നെ അനീഷിനെയും ഒന്ന് ചൊറിയുന്നുണ്ട്. അനീഷിനോട് അവർക്ക് ആർക്കും താല്പര്യമില്ല. പക്ഷെ അനുമോൾ ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അനീഷ് ജയിച്ചാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന കുറച്ച് പേര്, അത്രയേ ഉള്ളൂ. അല്ലാതെ അനീഷിനോട് ഒട്ടും താല്പര്യമില്ല. പിന്നെ ഷാനവാസിനോട് അതിനേക്കാൾ വലിയ കലിപ്പ്. അപ്പൊ സത്യത്തിൽ ഇവർക്ക് ആകെ ഇഷ്ടം എന്ന് പറയുന്നത് അക്ബറിനെ നെവിനെ മാത്രമാണ്. പിന്നെ ശൈത്യ ഇവരൊക്കെ ജസ്റ്റ് ഒന്ന് സ്നേഹം കാണിക്കുന്നു നമ്മുടെ ആദില നൂറയോട്. ഈ ആദില നൂറ എന്ന് പറയുന്ന രണ്ടെണ്ണുണ്ടല്ലോ, ഇതുപോലൊരു വൃത്തികെട്ട ഫ്രണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവളുമാർ ഒരു തരത്തിലും ഗുണം പിടിക്കത്തില്ല. നെല്ലും പതിനും തിരിച്ചറിയാനായിട്ട് കാത്തിരിക്കുകയാണ് പുറത്തിറങ്ങിയതിനു ശേഷം അനുമോളെ തിരിച്ചറിയാനായിട്ട്. ഇത്രയും കാലം അനുമോളൊപ്പം ജീവിച്ചിട്ട് അനുമോളെ മനസ്സിലാക്കാൻ സാധിക്കാത്ത ഇവളുമാരുടെ ഫ്രണ്ട്ഷിപ്പ് അനുമോൾ വേണ്ട എന്ന് വെക്കുന്നത് തന്നെയാണ് 100% അനുമോൾക്ക് നല്ലതെന്ന് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോന്ന് വന്ന് പറയുന്ന സമയത്ത് അത് കേട്ടിട്ട് അപ്പം മൈൻഡ് മാറ്റുന്ന ഇവരെയൊക്കെ പിന്നെ എങ്ങനെയാണ് കൂടെ നിർത്താനായിട്ട് കൊള്ളുക? ഇവളേക്ക് കൂടെ നിർത്താനായിട്ട് കൊള്ളൂ. അതായത് അപ്പോൾ ആരെന്ത് പറയുന്നു അത് കേട്ടിട്ട് അങ്ങ് അനുമോൾക്കെതിരെ തിരിയും. എന്നിട്ട് അനുമോൾക്കെതിരെ സംസാരിക്കും. ഇന്ന് ശൈത്യരൊപ്പം ഇരുന്നിട്ട് ആദില അനുമോളുടെ അടുത്ത് ഭയങ്കരമായിട്ട് മോശമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എവിടെയെങ്കിലും ഈ ആദില നൂറേനെ അനുമോൾ ഇട്ട് കൊടുത്തിട്ടുണ്ടോ? എന്തെങ്കിലും മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടോ? അവിടെയാണ് ഇവർക്ക് അനുമോളുടെ പോസിറ്റീവ് എന്താണ്, അനുമോളുടെ ഗുണം എന്താണെന്ന് മനസ്സിലാവാത്തത്. ഗെയിമിന്റെ ഭാഗമായിട്ട് അവിടെ പലപ്പോഴും പലരായിട്ട് ഇത്തിരി മോശം വേർഡുകളും പലതും പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരിക്കലും തന്റെ കൂടെ നിൽക്കുന്നവരെ ഒരിക്കൽ പോലും ചതിച്ചിട്ടില്ല. അവരെ കുറിച്ച് മോശം പറയുകയോ ഒന്നും തന്നെ അനുമോൾ ചെയ്തിട്ടില്ല. എന്നിട്ടാണ് ഇവളുമാരെല്ലാവരും കൂടി വന്ന് അനുമോളെ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത ദിവസം കയറി വരുന്നതിൽ എത്ര എണ്ണം അനുമോളെ ടാർഗറ്റ് ചെയ്തിട്ട് വരുന്നുണ്ടെന്ന്
എന്നറിയില്ല. എന്തായാലും പുറത്തുള്ളവർക്കും അകത്തുള്ളവർക്കും ഒക്കെ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ, അനുമോളെ തോൽപ്പിക്കുക എന്നൊരു ലക്ഷ്യം. അനുമോളുടെ ചീട്ട് കീറാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. പക്ഷെ ഇന്ന് വളരെ പക്വമായിട്ടുള്ള മറുപടികളാണ് അവിടെ അനുമോള് കൊടുത്തത്. ഒരിക്കൽ പോലും അനുമോള് കൺട്രോൾ വിട്ട് അവിടെ പെരുമാറിയില്ല, കരയാൻ നിന്നില്ല. വളരെ മാന്യമായിട്ട് എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നുണ്ടായിരുന്നു. ഇത്രയും ദിവസത്തെ ഗെയിം അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടാണോ അതോ ഈ ലാസ്റ്റ് നിമിഷത്തിൽ കാര്യങ്ങൾ വഷളാക്കണ്ട എന്ന് കരുതിയിട്ടാണോ എന്നറിയില്ല, അനുമോളുടെ ആ ഒരു മൗനം ഉണ്ടല്ലോ അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതായിരുന്നു അവിടുത്തെ ഏറ്റവും നല്ല മറുപടി. അതിൽ കൂടുതൽ അവരുടെ അടുത്തൊന്നും സംസാരിക്കാനോ മറുപടി പറയാനോ പോയിട്ട് കാര്യമില്ല. കാരണം അവര് അനുമോൾക്ക് എന്ത് അനുമോള് മറുപടി പറഞ്ഞാലും അനുമോൾക്കെതിരെ അവരവിടെ ഗെയിം കളിക്കാമെന്നവരാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ദിവസം അവിടെ നിൽക്കാൻ പറ്റാത്ത എന്റെ ഫ്രസ്ട്രേഷൻ തീർക്കുന്നത് അനുമോളിന്റെ അടുത്ത് വന്നിട്ട് ഇനിയുള്ള 2 ദിവസം 3 ദിവസം ഇവിടെ നിൽക്കുന്ന ദിവസങ്ങളിൽ അനുമോൾക്കെതിരെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അവിടെ പിടിച്ചു നിൽക്കാന്ന് കരുതിയിട്ടാണെന്ന് തോന്നുന്നു ഒക്കെ അങ്ങ് എഴുന്നള്ളി വന്നിട്ടുള്ളത്. പക്ഷേ ഒന്നങ്ങ് ഏൽക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു സത്യം. എന്തായാലും ഇവന്മാരും എല്ലാവരും കൂടി അനുമോൾ അറ്റാക്ക് ചെയ്യും തോറും അനുമോൾക്ക് പുറത്തുള്ള സപ്പോർട്ട് കൂടുമെന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അനുമോൾക്ക് ഇതുപോലെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അനുമോളെ നമുക്കറിയാം അവിടെ നെഗറ്റീവ് ഒരുപാട് ഭാഗത്തുണ്ടെങ്കിൽ പോലും അനുമോൾ അവിടെ ഗെയിമിന്റെ കാര്യത്തിൽ അത്രയും പെർഫെക്റ്റ് ആയിരുന്നു. അത് മാത്രമല്ല ഇന്ന് അനുമോൾ അവിടെ പറയുന്നുണ്ട് ഞാനൊരു പെർഫെക്റ്റ് ബേബി മെറ്റീരിയൽ ആണ് എന്ന് ഞാൻ പറയും. കാരണം ഞാൻ ഇത്രയും ദിവസം അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ പെർഫെക്റ്റ് ബേബി മെറ്റീരിയൽ ആയതുകൊണ്ടാണ് നിന്നത്. പിന്നെ ഞാൻ കരയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര ഇമോഷണലാണ്. ആ ഇമോഷണൽ ആയതുകൊണ്ടാണ് ഞാൻ കരയുന്നത്. അതിനെ ബിഗ് ബോസ് തന്നെ അവിടെ പറഞ്ഞിട്ടുണ്ട്, കരച്ചിൽ വന്നാൽ കരയണം, ചിരിക്കണം സമയത്ത് ചിരിക്കണം, അതാണ് ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ അത് കൺട്രോൾ ചെയ്യുന്നുണ്ട് കരച്ചിലിന്റെ. അതെന്റെ ഒരു ബേബി മെറ്റീരിയൽ ആയതുകൊണ്ട് എനിക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്താൻ സാധിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് എന്റെ ഏറ്റവും വലിയ പോസിറ്റീവ് അനുമോൾ എന്ന് പറയുന്നുണ്ട്. അവളുമാർക്ക് എല്ലാവർക്കും അവിടെ നിൽക്കാനായിട്ട് സാധിച്ചിട്ടില്ല. ഞങ്ങൾ വലിയ സംഭവമാണ്, ഞങ്ങൾ എന്തൊക്കെ ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വന്ന ആൾക്കാരാണ്. എന്നിട്ട് ഒന്നും ആവാൻ പറ്റാതെ തിരിച്ചു പോയിട്ട് അതിന്റെ ദേഷ്യം അനുമോളുടെ നെഞ്ചത്തോട്ട് എടുക്കാൻ വന്നു കഴിഞ്ഞാൽ പൊന്നു മക്കളെ നടക്കത്തില്ല എന്നാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനായിട്ട് തോന്നിയത്.